റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂർ, റോട്ടറി ക്ലബ്ബ് ഓഫ് അങ്കമാലി ഗ്രേറ്റർ എന്നിവർ സംയുക്തമായി ചെറായി ബീച്ച് ശുചീകരിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവുമായി സഹകരിച്ചാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂർ, റോട്ടറി ക്ലബ്ബ് ഓഫ് അങ്കമാലി ഗ്രേറ്റർ എന്നിവർ സംയുക്തമായി ചെറായി ബീച്ച് ശുചീകരിച്ചത്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമുദ്രങ്ങളും അതിന്റെ തീരപ്രദേശങ്ങളും മലിനമാകാതെ അത് കാത്തു സൂക്ഷിക്കാൻ, ഭൂമിയുടെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ദിനാചരണം. തീർച്ചയായും വൈപ്പിൻ മണ്ഡലത്തിലെ നിരവധി ബീച്ചുകൾ ശുചീകരിക്കുന്നതിന് സർക്കാരിൻ്റെ തന്നെ ചില പദ്ധതികളുണ്ട്. ശുചിത്വ സാഗരം, സുന്ദര തീരം എന്ന് പറയുന്ന പദ്ധതി ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യമുക്ത കേരളം എന്നുള്ള മനോഹരമായ ആശയം കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 3500-ലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആ നിലയിലെല്ലാം 590 കിലോമീറ്റർ കേരളത്തിൻ്റെ ബീച്ച് സൗന്ദര്യവൽക്കരിക്കാനും അതിൻ്റെ സൗന്ദര്യം നിലനിർത്താനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കുള്ള ഒരു സഹായം കൂടിയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഈ പദ്ധതിയെ ഞാൻ കാണുന്നത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, കോസ്റ്റ് ഗാർഡ് ഓഫീസേഴ്സ്, റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂർ പ്രസിഡന്റ് ബിജു വട്ടത്തറ, സെക്രട്ടറി ശ്യാംകുമാർ, റോട്ടറി ക്ലബ്ബ് ഓഫ് അങ്കമാലി ഗ്രേറ്റർ പ്രസിഡന്റ് ബെഞ്ചി പാലാട്ടി, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ അജി റോസ് എന്നിവർ സംസാരിച്ചു. അങ്കമാലി ഗ്രേറ്റർ ക്ലബിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും അധികം കുട്ടികളോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, ഇങ്ങനെ ബീച്ച് ക്ലീനിങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാലും ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവരെ സമീപിക്കുകയും അവരെ നമ്മളായിട്ട് സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ അങ്ങനെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ശുചീകരണ പരിപാടിയിൽ പങ്കുചേർന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പ്രകടനവും ഉണ്ടായിരുന്നു. Here, Coast Guard Air Enclave along with the district headquarters have engaged various societies, civilian societies. Rotary Club of India is there with us, Gram Panchayat is there, and we are very fortunate to have MLA Unnikrishnan sir here sparing his time and joining us for coastal cleanup. And I would also like to thank a lot of school children and college children have also gathered us. So it's a very overwhelming feeling that we all across the caste, religion, ages, we've gathered here for this noble cause of cleaning our coastline. News Bureau, Vipin. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL, ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.